വീടിരിക്കുന്ന സ്ഥലം, വീട്ടിലെ ഓരോ കാര്യങ്ങളും മനസ്സിൽ കാണണം. ഒരുപക്ഷെ കുടുംബത്തിൽ കലഹം, അസ്വസ്ഥത, വെറുപ്പ്, നിരാശ, ദുഃഖം, മരണഭയം, ചില മാനസിക ദുഃഖങ്ങൾ, ചില പീഡകൾ, ആശുപത്രി കയറി ഇറങ്ങി ജീവിതം നശിക്കുന്നു, കിട്ടുന്ന വരുമാനം ഒന്നും തികയുന്നില്ല, സമ്പത്തൊന്നും വീട്ടിൽ മിച്ചം കിട്ടുന്നില്ല, എല്ലാം ചെലവഴിക്കപ്പെടുന്നു. മക്കളുടെ ജീവിതത്തിൽ അനുസരണക്കേടിന്റെ ദുരാത്മാവ് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ചീത്ത കൂട്ടുകെട്ടുകൾ, മയക്കുമരുന്നിന്റെ അടിമത്തങ്ങൾ, ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു. അങ്ങനെ തുടങ്ങിയ അനേക പൈശാചിക പീഡകൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, സ്വരമുയർത്തി യേശുവേന്ന് എല്ലാ ദൈവജനവും ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. സ്വരമുയർത്തി വിളിച്ചേ. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എന്റെ ഈശോയെന്ന് വിളിച്ചേ, എന്റെ ഈശോയെന്ന് വിളിച്ചേ, എന്റെ ഈശോയെന്ന് വിളിച്ചേ. അത്ഭുത ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്നു. വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ ആമേൻ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്നിരുന്നേ. ആരാധനയ്ക്ക് തൊട്ട് മുമ്പായി നമ്മൾ സ്തോത്ര കാഴ്ച എടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ പല കുടുംബങ്ങളിലും സാമ്പത്തികമായ ചില പീഡകളുണ്ട്. സാമ്പത്തികമായ പീഡകൾ, അതൊരു ദ്രവ്യാസക്തി, നേരത്തെ പറഞ്ഞ ഒരു പൈശാചിക പീഡ പോലെ ചില കുടുംബങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. പണത്തോടുള്ള ആർത്തി പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത വണ്ണം ചിലർക്ക് കുടുംബത്തിൽ മിച്ചം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, വരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ എന്നും അത് ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ, കുടുംബത്തിൽ ഒന്നും മിച്ചമില്ല. അതൊരു സാമ്പത്തിക മേഖലയിൽ ഒരു പൈശാചിക പീഡയാണ്. ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിന് തക്കമായ ഒരു മരുന്നാണ് ദശാംശം കൊടുക്കുക എന്നുള്ളത്. ദൈവകാര്യങ്ങൾക്ക് നമ്മുടെ സമ്പത്ത് കൊടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നത് അനേകരുടെ ഔദാര്യം നിറഞ്ഞ മനസ്സുകൊണ്ടാണ്. ഒത്തിരി പേരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഈ ധ്യാന ശുശ്രൂഷയ്ക്കുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ഈ ശുശ്രൂഷയോട് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമുക്കൊന്ന് പങ്കുചേരാം. എന്റെ പ്രിയരെ, നമുക്ക് 2 ദിവസങ്ങൾ കൂടിയാണ് ഇനി കൺവെൻഷൻ ഉള്ളത്. നമ്മൾ ഈ കൺവെൻഷൻ നടത്തുന്നതുകൊണ്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായി വലിയ ഭാരങ്ങൾ നമുക്കുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ കൊടുത്ത് ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇത് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയിരുന്നു, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ശബ്ദം, വെളിച്ചം, ക്രമീകരണം, എന്നെ കൊണ്ട് കുറച്ച് കസേരയുടെ പൈസ കൊടുക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റേജിന്റെ കാര്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സഹോദരങ്ങളൊക്കെ വിദേശത്തൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ പറയുക, ഫോൺ വിളിച്ച് പറയുക, നിങ്ങൾക്ക് ഏതായാലും പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങളായി ഏതെങ്കിലും ഒരു കാര്യം സ്പോൺസർ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഈ കൺവെൻഷൻ ഈ ദേശത്തിന് വേണ്ടി അനുഗ്രഹത്തിൻ്റെതാക്കി കർത്താവ് ഉയർത്തുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കൺവെൻഷൻ ഇപ്രകാരം നടത്തുന്നതിനോട് ബന്ധപ്പെട്ട് മാത്രം 10 ലക്ഷം രൂപയോളം ചെലവ് ഇതിന്റെ അടിസ്ഥാന ചെലവുകളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പല കാര്യങ്ങൾക്കും ഉണ്ട്. അതിന്റെ ഒരു അടിസ്ഥാന ചെലവാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ സ്തോത്ര കാഴ്ച എടുത്തു. ഇന്നലെ കിട്ടിയത് 51,955 രൂപ ഇന്നലെ കിട്ടിയത്. ഇത് ഞാൻ നിങ്ങളെ അറിയിക്കും, നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നിങ്ങളുടെ ഒരു ശുശ്രൂഷയാണ്. ഇത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്ത് ഈ ശുശ്രൂഷയെ ബലപ്പെടുത്തണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഭാരമായിട്ട് കണക്കാക്കരുത്. ഇത് നമ്മുടെ വീട്ടിലെ ഒരു ശുശ്രൂഷയാണ്. കഴിയാവുന്നത് കൊടുത്ത് ദൈവകാര്യങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കുവെക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും അച്ഛൻ എടുത്തുകൊണ്ട് പോകാനൊന്നും അല്ല, മറിച്ച് ഈ ശുശ്രൂഷ നന്നായിട്ട് നടത്തപ്പെടാനാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. വലതു കരത്തില് നിങ്ങൾ കൊടുക്കാനുള്ളവര് അതെടുത്ത് ഉയർത്തിപ്പിടിച്ചോളൂ. കർത്താവെ, സമ്പത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളെ കർത്താവെ അനുഗ്രഹിക്കണമേ. ഇന്ന് വരെ സാമ്പത്തിക മേഖലയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹത്തിനും നന്ദി. നമ്മുടെ ആരോഗ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി, വരുമാന മാർഗങ്ങൾ, കർത്താവെ, സാമ്പത്തിക മേഖലകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു.
കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനം 4:19 എന്റെ ദൈവം തന്റെ സർവ്വമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകപ്പെടും. കർത്താവ്, ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൈവജനത്തിൽ അത് സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. പറഞ്ഞേ ആമേൻ. ഇനി നിങ്ങളുടെ മുമ്പിലൂടെ പ്രേക്ഷിത സഹോദരങ്ങൾ വരുമ്പോൾ കൊടുക്കാനുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞവര് മുട്ടുകുത്തുക. കൊടുത്തു കഴിഞ്ഞവര് ഇരിക്കുക കേട്ടോ. മുട്ടുകുത്തണ്ട, ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് മുട്ടുകുത്തി ആരാധനയിൽ പ്രാർത്ഥിക്കും. ആരാധനയുടെ സമയമാണ്. അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞവര് നിങ്ങളുടെ മുമ്പിലൂടെ പാത്രം കടന്നുപോയി കഴിഞ്ഞാൽ മുട്ടുകുത്തുക. ദൈവത്തിന്റെ മുമ്പിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആരാധിക്കും
കൈകൾ ഉയർത്തി കൈയടിച്ച് ശക്തിയോടെ നല്ല ശക്തി. ഓ കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ കെട്ടുകളെ സമർപ്പിച്ച് ഈ ശുശ്രൂഷ സമയത്ത് കൈയടിക്കുന്നു. ഓ കർത്താവേ, പൗലോസും സീലാസും പ്രാർത്ഥിച്ചതുപോലെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ ബന്ധനങ്ങളടിയും കെട്ടുകളടിയും ദൈവശക്തി വെളിപ്പെടുന്ന ശുശ്രൂഷ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. കൈകൾ താഴ്ത്തി രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ മൺകുടമുടയും തീകീടും ആരാധനയെങ്കിൽ വിശ്വസിച്ച് രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ മൺകുടമുടയും തീകീടും ആരാധനയെങ്കിൽ രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ മൺകുടമുടയും തീകീടും ആരാധനയെങ്കിൽ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനെ സുവി ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനെ സുവി ആരാധിക്കുന്നേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കൈയടിച്ചോ. നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന പൈശാചിക പീഡകൾ ബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, അയൽപക്ക ബന്ധങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ട സകല പൈശാചിക പീഡകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. അവേ ഈശോ ഈശോ കൈകൾ താഴ്ത്തി രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനെ സുവി ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിൽ 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 ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ. ദൈവജനം ഒരുമിച്ച് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച് Oh
ദൈവത്തിന്റെ ആത്മാവ് ഒരു പുത്തൻ അഭിഷേകമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തിയും കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ശക്തി, അത്ഭുതകരമായ വിടുതലുകൾ ഈ പരിശുദ്ധ അൽത്താരം നിനക്ക് സമ്മാനിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവ് ഇടപെടുന്നു. അനിത എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ പേര് കർത്താവ് വെളിപ്പെടുത്തി അതിശക്തമായ ഒരു ഇടപെടൽ, ദൈവീക ഇടപെടൽ നൽകുന്നു. അപ്രകാരം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ, നിനക്ക് വേണ്ടി കർത്താവ് ചൊരിയുന്ന ഒരു കൃപയാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഭർത്താവിനെ ഓർത്ത് സംശയ പ്രകൃതിയുള്ള ഒരു ഭാര്യയെ കർത്താവ് ഇതാ സ്നേഹിക്കാൻ, ഭർത്താവിന്റെ ഉള്ളിലുള്ള ആ തിന്മയുടെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിയുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്നത് ഒരു സംശയ പിശാചാണെങ്കിൽ ആ മേഖലകൾ നിർവീര്യമാകാൻ ഈ നിമിഷം പ്രാർത്ഥിക്കണം. ഭാരപ്പെടണ്ട. ഒരു കുടുംബം നാളുകളായി വലിയ കണ്ണുനീരിൽ കഴിയുന്നു. ആ കുടുംബത്തിൽ എപ്പോഴും ആരെങ്കിലും ആശുപത്രി കയറി ഇറങ്ങുന്നു, ഒരു സമാധാനം കിട്ടുന്നില്ല. കുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ ഇരുട്ട് അനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആ കുടുംബം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മാറി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈശോ പറയുന്നു, നീ ആയിരിക്കുന്നിടത്ത് പ്രകാശം നിറയാൻ നീ പ്രാർത്ഥിക്കണം. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. വീട് മാറുന്നതല്ല, മറിച്ച് നീ ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥന ഉയർന്നാൽ പിശാച് വിട്ടുപോകും. നീ ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥന ഉയർന്നാൽ പിശാച് വിട്ടുമാറും. മകനെ ഓർത്ത് കരയുന്ന അപ്പനും അമ്മയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. മകനെ ഓർത്ത് കരയുന്ന അപ്പനും അമ്മയും, അപ്പാ അമ്മേ, നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ട്. മകനെ നിങ്ങൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് മകൻ ഇങ്ങനെ പെരുമാറാൻ കാരണം മകന്റെ ഉള്ളിലുള്ള ഒരു പൈശാചിക പീഡയാണ്. ആ മേഖലയെ ബന്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ചാൽ മതി, ആ മകന്റെ പീഡ വിട്ടുമാറും. ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പൈശാചികമായ പീഡകളാൽ ചില രോഗങ്ങൾ ചിലരുടെ ശരീരത്തിലുണ്ട്. കർത്താവ് അത് എടുത്തു മാറ്റുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നെഞ്ചു വേദന അനുഭവപ്പെടുന്നത് സഹോദര, കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. സഹോദര, ശക്തി നിന്റെ ശരീരത്തിലോട്ട് കടന്നു വരുന്നു. യേശുവാണ് നിന്നെ തൊടുന്നത്. റോബർട്ട് എന്ന് പേരുള്ള മറ്റൊരു സഹോദരനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ മേൽ ഒഴുകുന്നു. കൃപയാണ് ഒഴുകുന്നത്. വിശ്വസിക്കുക. രാത്രിയിൽ ഉറക്കമില്ല, കുറച്ച് ദിവസങ്ങളായി ഉറക്കമില്ല. ചിലർക്കുള്ള ഭാരമാണ്. കർത്താവ് ആ പീഡയെ ബന്ധിച്ച് പുറത്താക്കുന്നു. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ? ഈ 2 പേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങൾ വലതുകരം വെക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അഭിഷേക ശുശ്രൂഷയാണ്. നീ ഇപ്പോൾ യേശു നൽകിയ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിക്കൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മുമ്പിലുള്ള വ്യക്തിയെ നീ കാണുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പൈശാചിക പീഡയുണ്ടോ ആ പീഡകളെ ബന്ധിച്ച് നീ പ്രാർത്ഥിക്കണം. കാരണം നിനക്ക് കർത്താവ് അഭിഷേക കൃപ തന്നിട്ടുണ്ട്. നീ നിന്റെ അയോഗ്യത ചിന്തിക്കണ്ട. ഇപ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയിൽ ഏതെല്ലാം പൈശാചിക പീഡകളുണ്ടോ അതെല്ലാം വിട്ടുമാറപ്പെടാൻ പ്രാർത്ഥിക്കുക. ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ അത് വളരെ ദാരുണമായിരിക്കും. അത് നീ വിഷമിക്കേണ്ട. ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കണം. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ദേഷ്യത്തിന്റെ ദുരാത്മാവ്, ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള അരിശത്തിന്റെ ദുരാത്മാവ്, ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ജഡിക പാപത്തിന്റെ ദുരാത്മാവ്, സ്വയംഭോഗത്തിന്റെ സ്വവർഗഭോഗത്തിന്റെ വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്, ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള തെറ്റായ ബന്ധങ്ങളുടെ ദുരാത്മാവ്, ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ലോകത്തോടുള്ള അമിതമായ അടുപ്പം, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടുപ്പം, ഒരുപക്ഷെ മൊബൈൽ ഫോണിന്റെ അടിമത്തം, കർത്താവെ അങ്ങ് നൽകിയിരിക്കുന്ന അഭിഷേക അധികാരത്താൽ ഈ വ്യക്തിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും ഈ വ്യക്തിയെ നിന്റെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ കൈകൾ വെച്ച് ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. ആത്മാവെ, ഒരു പുത്തൻ അഭിഷേകം ഈ വ്യക്തിയിലേക്ക് ചൊരിയട്ടെ. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള മടി, അലസത, ആർത്തി പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ഉണർവില്ലായ്മ, എല്ലാ കാര്യത്തിനുമുള്ള സംശയ പ്രകൃതം, ഉന്മേഷമില്ലായ്മ പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ.
ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ലോകത്തോടുള്ള ഭ്രമം, സമ്പത്തിനോടുള്ള ഭ്രമം, അധികാരത്തോടുള്ള ഭ്രമം, പേര് കിട്ടാനുള്ള ഭ്രമം പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളും, മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകൾ, ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ, ലംഘനങ്ങൾ, പ്രത്യേകിച്ച് 10 പ്രമാണങ്ങളുടെ ലംഘനങ്ങൾ ഏതെങ്കിലും ഈ വ്യക്തി വഴി സംഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഇപ്പോൾ എനിക്ക് നൽകിയിരിക്കുന്ന അഭിഷേക അധികാരത്താൽ ഈ വ്യക്തിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മയെ കെട്ടുപൊട്ടിക്കണമേ കർത്താവെ, നിർവീര്യമാക്കണമേ കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഈ വ്യക്തിയിൽ വെളിപ്പെടുന്ന സമയം കുറ്റം പറയുന്ന, നുണ പറയുന്ന, എല്ലാ കാര്യത്തിനും കലഹിക്കുന്ന, വാ തുറന്നാൽ ചീത്ത പറയുന്ന സ്വഭാവം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവെ, അത് നിർവീര്യമാക്കണമേ, നിർവീര്യമാക്കണമേ കർത്താവെ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയണമേ. അഭിഷേകത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന, അഭിഷേകത്തിനൊരുങ്ങി വരുന്നവരിൽ ആമേൻ വരദാനങ്ങൾ മാറി വിതരണമേ. അഭിഷേകത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന ഇവരിൽ, അഭിഷേകത്തിനൊരുങ്ങി വരുന്നവരിൽ ഹോളി സ്പിരിറ്റ് വരദാനങ്ങൾ മാറി വിതരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഇവരിൽ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാവുന്നതുപോലെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് പലരിലും ഇടപെടുന്നു, അതിശക്തമായ കൃപകൾ ചൊരിയുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. ഭയത്തിന്റെ ദുരാത്മാവിനെ കർത്താവ് എടുത്ത് മാറ്റുന്നു, അസ്വസ്ഥതയുടെ ദുരാത്മാവിനെ കർത്താവ് എടുത്ത് മാറ്റുന്നു. ദൈവശക്തി അനേകരിലേക്ക് ഒഴുകപ്പെടുന്നു, ക്ഷമിക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നു. ഡേവിസ് എന്ന പേരുടെ ഒരു സഹോദരൻ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്നു, ശക്തി ഒഴുകപ്പെടുന്നു. അലർജി രോഗങ്ങളെ കർത്താവ് ശാസിച്ച് പുറത്താക്കുന്നു. വൻകുടലില് ചില അസ്വസ്ഥതകൾ ഉള്ളതിന്റെ പേരില് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. തലമുടി കൊഴിയുന്ന അലർജി രോഗമുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ ഒഴുകുന്നു. കാൽമുട്ടില് നാളുകളായിട്ട് ഉണങ്ങാത്ത ഒരു മുറിവുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. ഒരു വീട് ഇടിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു വീട്, അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബനാഥൻ, നിസ്സഹായനായിട്ട് നിൽക്കുന്ന കുടുംബനാഥൻ, കർത്താവ് പറയുന്നു, കുടുംബനാഥ, നിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യമുണ്ട്. ഈ വീട് ഇത് ഇടിഞ്ഞു വീഴത്തില്ലെന്ന്, ഇത് നിനക്ക് വേണ്ടി എന്നും അനുഗ്രഹത്തിന്റെ ഒരു സ്ഥലമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ആ വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിച്ചേ, കുരിശടയാളം വരച്ച് അനുഗ്രഹിച്ചേ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സമാപന ആശീർവാദം സ്വീകരിക്കുന്നത് ഇപ്രകാരമാണ്. ഇവിടെ ആയിരിക്കുന്ന പഠിക്കുന്ന കുട്ടികൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് മുൻവശത്തോട്ടൊന്ന് വന്നേ, ഈ സ്റ്റേജിന്റെ മുൻവശത്തോട്ട് കടന്നു വന്നേ. ഇന്നത്തെ ആശീർവാദം അവർക്ക് വേണ്ടിയാണ്. പഠിക്കുന്ന കുട്ടികൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കടന്നു വന്നോ കേട്ടോ. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കടന്നുപോയോ. ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് വാ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഈ ആൾത്താരുടെ ഏത് വശത്തും നിന്നോളൂ. കേറി വന്നോ കേട്ടോ. പഠിക്കുന്ന എല്ലാ കുട്ടികളും കേട്ടോ, ഏതെങ്കിലും മേഖലകൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും മുൻവശത്തോട്ട് കടന്നു വന്നേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇവിടെ നിൽക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചോണം കേട്ടോ. രണ്ട് സൈഡുകളിൽ സൗണ്ട് സിസ്റ്റം ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. രണ്ട് സൈഡുകളിലായിട്ട് നിന്നോളൂ കേട്ടോ. കേറി പോര് കുട്ടികളെ, കേറി ആൾത്താരോട് ഇച്ചിരി അടുത്ത് നിന്നോളൂ. ആൾത്താരോട് അടുത്ത് നിന്നോ കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. നിൽക്കുന്ന എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൃപയ്ക്ക് മേൽ കൃപ എല്ലാവരും നിറയെ വന്ന്. ആ കുട്ടികൾ അല്പം കയറി വരാമോ? കേറിപ്പോയി രണ്ട് സൈഡിലും കയറുക. രണ്ട് സൈഡിൽ ഇനിയുണ്ട് കുട്ടികൾ അവിടെ ഇവിടെ നിൽക്കുന്നവർ. കയറിവായോ. ഒത്തിരി കുട്ടികൾ ഇനി വരുന്നുണ്ട്. ഒത്തിരി കുട്ടികളുണ്ട്. അവരെ ഒന്ന് കയറ്റി നിർത്തിക്കോ. രണ്ട് സൈഡിലുള്ളവരെ കയറി നിർത്തിയോ. രണ്ട് സൈഡിലോട്ട് കയറി പോരെ. നിൽക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകും കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെടാൻ പോകുന്ന സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഒന്ന് ക്രമീകരിച്ച്, വോളണ്ടിയേഴ്സ് ഒന്ന് ക്രമീകരിച്ചു കൊടുത്ത കുഞ്ഞുങ്ങളെ പുറകിൽ നിന്നൊക്കെ വരുന്നവരെ ഒന്ന് കയറി നിൽക്കാൻ, രണ്ട് സൈഡുകളിലേക്ക് നിൽക്കാനായിട്ട് അവരൊന്ന് സഹായിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഹന്നാമളം തെളിച്ച് വെഞ്ചരിച്ചൊക്കെ പ്രാർത്ഥിക്കും. അപ്പൊ ആ കുട്ടികളെ രണ്ട് സൈഡിലുള്ളവർ കയറി നിന്നോ.
ഇനി ഒത്തിരി കുട്ടികൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ന് കേട്ടിക്കരി അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ ദേശത്തിന്റെ അനുഗ്രഹമാണ്. ദൈവമേ കൃപ ചൊരിയണമേ. ഇത്രയും കുഞ്ഞു അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പ്രാർത്ഥിച്ചേ. മക്കളെ മക്കളെ 2 കരങ്ങൾ ശിരസിൽ വെച്ച്. മക്കളെ 2 കരങ്ങൾ കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. കേട്ടോ, കണ്ണടച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. നിൽക്കുന്ന സഹോദരങ്ങളെ, സാധിക്കുന്നവര് 2 കരങ്ങൾ ഇവരുടെ മേലൊന്ന് ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുന്ന പോലെ നിൽക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള പലരും ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ മക്കള് പല സ്ഥലങ്ങളിലുണ്ട്, വിദേശങ്ങളിൽ ദൂരങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. കർത്താവേ, അവരായിരിക്കുന്നിടങ്ങളിൽ അഭിഷേകം ഉണ്ടാവട്ടെ. ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഇതാ ബഹുമാനപ്പെട്ട വൈദികൻ ഈ കുഞ്ഞുങ്ങളുടെ ശിരസിൽ അന്നാമളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവെ ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഒരു പുത്തൻ അഭിഷേകം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ശിരസ് മുതൽ ഉള്ളം കാല് വരെ വിശുദ്ധീകരണം സംഭവിക്കട്ടെ. ദൈവശക്തി കടന്നു വരട്ടെ. ഇതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള അഭിഷേകം ഈ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. ഈ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലെ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ഇവർ പഠിക്കുന്ന സ്കൂള്, മക്കളെ നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, അന്തരീക്ഷം, പഠന മേഖലയിലെ തടസ്സങ്ങൾ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അത്ഭുതകരമായ കൃപകൾ ഇവരിലേക്ക് ഒഴുകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗപീഠകളെ സൗഖ്യപ്പെടുന്ന കർത്താവ് ഈ കുഞ്ഞുങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ ഈ കുഞ്ഞുങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഈ കുഞ്ഞുങ്ങളിലേക്ക് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഇവരെ പഠിക്കുന്ന സ്കൂൾ അന്തരീക്ഷം, കൂടെ പഠിക്കുന്നവര്, അവിടെ ആയിരിക്കുന്ന വിദ്യാർത്ഥികള് കർത്താവെ അനുഗ്രഹിക്കണമേ. ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടെങ്കിൽ കർത്താവെ ആ ബുദ്ധിമുട്ടുകൾ എടുത്ത് മാറ്റണമേ. കർത്താവെ, ഭാവി ജീവിതം ജെറമിയ 29:11 ഇവരിലേക്ക് സംഭവിക്കപ്പെടട്ടെ. കർത്താവെ, ഇവരുടെ ഭാവി ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. തെറ്റായ സ്നേഹബന്ധങ്ങളെ കർത്താവ് അഴിക്കണമേ. തെറ്റായ കൂട്ടുകെട്ടുകളെ കർത്താവ് അഴിക്കണമേ. കർത്താവ് വിശുദ്ധീകരിക്കണമേ. മദ്യം, മയക്കുമരുന്ന്, തത്തുല്യമായ ഏതെങ്കിലും അടിമത്തം, മൊബൈൽ ഫോണിന്റെ അടിമത്തം, ഗെയിമുകളുടെ അടിമത്തം, കർത്താവെ അങ്ങയുടെ കാരുണ്യം ഈ മക്കളിലേക്ക് ഒഴുകപ്പെടട്ടെ. തടസ്സങ്ങളെല്ലാം കർത്താവ് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയണമേ. 2 കരങ്ങളും നിൽക്കുന്നവർ ഉയർത്തിപ്പിടിച്ച് ഈ മക്കളുടെ ശിരസ് മുതലുള്ള കാൽ വരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ. ജ്ഞാനം, ശക്തി, വിവേകം, ബുദ്ധി ഇവരിൽ മഴ ചൊരിഞ്ഞിടട്ടെ. സംഭവിക്കട്ടെ. ജ്ഞാനം, ശക്തി, വിവേകം, ബുദ്ധി ഇവരിൽ മഴ ചൊരിഞ്ഞിടട്ടെ. കർത്താവേ 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 ആത്മാവാൻ കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം നിറയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട അഭിഷേകം വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. മക്കളെ, put a cross on your forehead and bless yourself. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിച്ചേ. അതിനുശേഷം മക്കളെ അവിടെ തന്നെ ഒന്ന് മുട്ടുകുത്തിക്കേ. അവിടെ തന്നെ മുട്ടുകുത്തിക്കേ. നിൽക്കുന്ന എല്ലാവരും മുട്ടുകുത്തിക്കേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയെ എന്റെയും എന്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ച് മുട്ടുകുത്താൻ പറ്റുന്ന എല്ലാവരും മുട്ടുകുത്തിക്കേ. അൾത്താരിലേക്ക് നോക്കിക്കേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കുടുംബത്തിലേക്ക് പോകുന്ന ദൈവത്തിന്റെ ശക്തിയുമായിട്ടാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്യുന്നില്ല, മറിച്ച് പൈശാചിക പീഡകൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു വ്യക്തിയെ തള്ളിക്കളയരുത്, ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തരുത്, മറിച്ച് നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണം. ഏതെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ഓർത്തോണം, അതിന്റെ പിന്നിൽ ചില പൈശാചിക പീഡകളാണ്. ആ പൈശാചിക പീഡകളെയാണ് ബന്ധിക്കേണ്ടത്, വ്യക്തികളെയല്ല. കർത്താവെ, ഇപ്പോൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും കർത്താവെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. വിശ്വസിക്കണം. 2 കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ യേശുവേ എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും അങ്ങ് ചൊരിയുന്ന അഭിഷേകത്തിന് നന്ദി. കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 ഈശോയേ ഈശോയേ. ആരാധന 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 ആരാധന. ഈശോയേ 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 ഈശോ ഈശോയേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര, നമ്മുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങൾ പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. കുടുംബത്തിൽ സ്നേഹം നിറയപ്പെടട്ടെ. ഈ രാത്രി മുതൽ കർത്താവിന്റെ ആത്മാവ് നയിക്കട്ടെ. പ്രത്യേകിച്ച് നാളത്തെ ശുശ്രൂഷയിൽ അത്ഭുതകരമായ ദൈവശക്തി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. നാളെ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം. ഈ രാത്രി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക്. പ്രിയപ്പെട്ട മക്കളെ, നാളെ എല്ലാവരും വരണം കേട്ടോ. മക്കളെല്ലാവരും നാളെ വരണം. നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ഈ ദിവസങ്ങൾ തുടരും. നാളെ ശനിയാഴ്ചയാണ്. ഇനിയും വരാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയോട് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഭവനങ്ങളിലേക്ക് പോകുന്നു. നാളെ രാവിലെ 9:30 മുതൽ മന്ദിരം പള്ളിയിൽ കൗൺസിലിംഗ് ശുശ്രൂഷ, 10:30 മുതൽ കുംഭസാരമുണ്ട്. എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് നയിക്കട്ടെ. ആമേൻ.